മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നെടുമ്പുരയ്ക്കൽ തറവാട്ടിൽ ബാലചന്ദ്രന് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ തോന്നുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്, എന്തുകൊണ്ടാണാവോ അലീന ഇന്നലെയും ഇന്നുമായിട്ട് തന്നെ ഒന്ന് വിളിക്കുകയോ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ അവൾ എന്നും ഡെയിലി എന്നെ വിളിക്കുന്നതാണല്ലോ എന്നല്ല. അതേപോലെ തന്നെ അദ്ദേഹം തൻ്റെ മക്കളായ രോഹിത്തിനോടും ബബിതയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ചേച്ചി വിളിച്ചിരുന്നോ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൾ എന്നെ വിളിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. അവൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നതെന്നും പറയുകയാണ്. അപ്പോൾ അവരും പറയുകയാണ്, മെസ്സേജ് അയച്ചിരുന്നു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞിരുന്നില്ലേ അഞ്ജലിയിലേക്ക് പോകുന്ന കാര്യം, അതുമാത്രം പ്രത്യേകിച്ച് ഞങ്ങളോടും പറഞ്ഞുള്ളൂ മെസ്സേജിലൂടെ, അല്ലാതെ വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല അച്ഛാ എന്ന് കുട്ടികൾ ബബിതയും രോഹിത്തും അച്ഛനോട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഉടനെ തന്നെ തൻ്റെ ഫോൺ എടുത്ത് അലീനയെ വിളിക്കുകയാണ്. ഇതേ സമയം അലീനയെ റെസ്റ്റ് എടുക്കുകയായിരുന്നു, അതായത് അവൾ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അലീനയുടെ ഫോൺ ആദ്യത്തെ റിങ്ങിൽ കോൾ ആരും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ വീണ്ടും ബാലചന്ദ്രൻ എന്താണാവോ എടുക്കാത്തതെന്ന ടെൻഷനോടുകൂടി സ്റ്റാൻലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സ്റ്റാൻലി പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ്റെ കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനോടായി എന്തൊക്കെയുണ്ട് മേനോനെ വിശേഷങ്ങൾ, സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രന് സ്റ്റാൻലിയോട് ചെറിയൊരു നീരസമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്നാൽ സ്റ്റാൻലി ചോദിച്ചതിൻ്റെ മറുപടികൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്, എൻ്റെ മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പുതിയ ചെക്കപ്പിന് പോയിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ചെക്കപ്പൊക്കെ അതാത് സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം, പിന്നീടൊരു പ്രശ്നം നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കരുതല്ലോ എന്നൊക്കെ പറയുകയാണ്. ഉടനെ തന്നെ ബാലചന്ദ്രൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യണമല്ലോ, താൻ വിളിച്ച കാര്യം ചോദിക്കണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് രാവിലെയൊന്നും എന്നെ അലീന വിളിച്ചിട്ടില്ല, പിന്നെ ഇന്നലെ രാവിലെ വിളിച്ച് വെച്ചതാണ്, ഇത്രയും സമയമായിട്ട് പിന്നെ അവളുടെ കോളോ മെസ്സേജോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണെന്നറിയാനായി ഞാൻ വിളിച്ചിരുന്നു, ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സ്റ്റാൻലിയെ വിളിക്കേണ്ടി വന്നത്. എന്തു പറ്റി അലീനയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലിക്ക് ബാലചന്ദ്രനോടത് പറയാനായിട്ട് മാനസികമായിട്ടൊരു വിഷമം തോന്നുകയാണ് കേട്ടോ. പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് തൻ്റെ കൈകളിൽ അലീനയെ ഏൽപ്പിച്ചതാണ് ബാലചന്ദ്രൻ. ആ തന്നിൽ നിന്നു തന്നെ അലീനയ്ക്ക് ഇന്നൊരു അപകടമുണ്ടായി എന്നറിഞ്ഞാൽ ബാലചന്ദ്രൻ അത് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ സ്റ്റാൻലി സ്വയം ചിന്തിക്കുന്നുണ്ട്. എങ്കിലും സ്റ്റാൻലിക്ക് കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാണിച്ചോ ഒരു ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രനോടായി പറയുന്നുണ്ട്, അലീനയ്ക്ക് ചെറിയൊരു അപകടം പറ്റി, നെറ്റിയിൽ 4 സ്റ്റിച്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ വല്ലാത്ത ടെൻഷനാവുകയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, നെറ്റിയിലെ ആ മുറിവ് മാത്രമുള്ളോ, അവൾ ഹോസ്പിറ്റലാണോ എന്നെല്ലാം ഒറ്റ ശ്വാസത്തിൽ തന്നെ ബാലചന്ദ്രൻ വല്ലാത്തൊരു ടെൻഷനോട് കൂടി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് പോലും അതിശയം തോന്നുകയാണ്. ഭാര്യയ്ക്ക് മുൻ കാമുകനിലുണ്ടായ കുട്ടിയോട് ഇത്രയ്ക്ക് സ്നേഹം ഒരു മനുഷ്യനും കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ്. അങ്ങനെയൊരു സ്നേഹത്തിന് മുമ്പിൽ സ്റ്റാൻലി എപ്പോഴും ബഹുമാനത്തോടു കൂടി തന്നെ നോക്കുകയും തിരിച്ച് ആ ബഹുമാനം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാൻലി അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മേനോൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അലീന ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്, അത് അവൾ പറഞ്ഞിട്ടുണ്ടാവുമെന്നറിയാം, അഞ്ജലിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ എൽസാമയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോരാൻ, അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ചെറിയൊരു അപകടം എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ തിരുത്തി ചോദിക്കുകയാണ്. സ്റ്റാൻലി അപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, സ്റ്റാൻലിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് വിശദീകരിച്ച് തന്നെ പറയുകയാണ്. ബാലചന്ദ്രൻ വല്ലാത്ത ഞെട്ടലോടു കൂടിയാണ് അത് കേൾക്കുന്നത്. ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അവിടെയെങ്കിലും അവൾക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവളെ അവിടെ അയച്ചത്. ഇപ്പോൾ ഇവിടത്തേലും വലിയ ബുദ്ധിമുട്ടിലേക്കാണല്ലോ അവൾ ചെന്നുപെട്ടിരിക്കുന്നത്. സ്റ്റാൻലി, എന്താണ് നിങ്ങൾ ഇതിനൊക്കെ ഒരു തീരുമാനം കണ്ടെത്തിയിരിക്കുന്നതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുകയാണ്,
മേനോൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളാരും പറഞ്ഞിട്ടല്ല അലീന അവിടേക്ക് പോയതും അവിടെ നിൽക്കണമെന്ന തീരുമാനമെടുത്തതൊന്നും. അവളുടെ തീരുമാനം മാത്രമായിരുന്നു. അതിനെ എത്ര വട്ടം ഞാൻ പിന്തിരിപ്പിച്ചിട്ടും അവൾ അതനുസരിക്കുന്നുണ്ടായിരുന്നില്ല മേനോനെ എന്നുകൂടി സ്റ്റാൻലി പറയാണ്. ബാലചന്ദ്രനോട് അതാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അലീനയെ നന്നായിട്ടറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ബാലചന്ദ്രൻ. അവളൊരു കാര്യം തീരുമാനിച്ചാൽ അത് ന്യായമായ ഒരു കാര്യമാണെങ്കിൽ അതവൾ നടത്തിയെടുക്കുക തന്നെ ചെയ്യും എന്ന് ബാലചന്ദ്രന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയെയോ അല്ലെങ്കിൽ സ്റ്റാൻലിയുടെ കൂടെയുള്ളവരെയോ ഒരിക്കലും കുറ്റം പറയാനായിട്ട് ബാലചന്ദ്രന് കഴിയുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അലീന ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണോ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇന്ന് രാവിലെയാണ് അഞ്ജലിയിൽ നിന്നും എൻ്റെ അപ്പച്ചൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അലീനയോ അപ്പച്ചനോ അല്ല എന്നെ വിവരം അറിയിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ടായ ഡോക്ടറാണ് എന്നെ വിവരം അറിയിച്ച് ഞാൻ അവിടെ ചെല്ലുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോഴാണ് അവിടെ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അലീനയ്ക്ക് ആ മെഡിസിൻ്റെയും തലയ്ക്ക് ആണല്ലോ അപകടം പറ്റിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം കൊണ്ടായിരിക്കാം. വന്ന പാടെ അവൾ കയറി കിടന്നുറങ്ങുകയാണ്. എന്തായാലും നാളെ സംസാരിച്ചാൽ പോരെ ബാലചന്ദ്ര എന്ന് കൂടി സ്റ്റാൻലി ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നാളെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനും സ്റ്റാൻലിയും ഓക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനെങ്കിലും എന്തെന്നില്ലാത്തൊരു ടെൻഷനും ഒക്കെ തോന്നുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ ഇരിപ്പും ടെൻഷനും ഒക്കെ കാണുമ്പോൾ രോഹിത് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തു പറ്റി? കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഉഷാറൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന്. ബാലചന്ദ്രൻ രോഹിത്തിനോടും അറിഞ്ഞ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. രോഹിത് പറയുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ പോയപ്പോൾ തന്നെ എന്തെങ്കിലും അപകടം തനിക്കുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ആ വീട്ടിൽ വല്ലാത്ത അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അത് ചേച്ചി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ തടസ്സം വയ്ക്കാനായി ഉറപ്പായിട്ടും ഒരു റീത്ത എന്ന് പറയുന്ന ആ സ്ത്രീ ശ്രമിക്കുമെന്നും ചേച്ചി ഞങ്ങളോട് പറഞ്ഞിരുന്നു അച്ഛാ. അപ്പോൾ അത് അങ്ങനെ തന്നെ നടന്നു അല്ലേ? ഇനി എന്തായാലും ചേച്ചി വെറുതെ ഇരിക്കുമെന്നും തോന്നുന്നില്ല. അവർക്കെതിരെ തന്നെ ചേച്ചി പ്രവർത്തിക്കുമെന്നൊക്കെ രോഹിത്തും പറയുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എവിടെ ചെന്നാലും വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നുവെങ്കിലും ഇതിപ്പോൾ വേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചെന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ലല്ലോ. ഈ എൽസമ്മയുമായി സംസാരിച്ച് അവർക്കിടയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ പരിഹരിച്ചിട്ടൊക്കെ വേണ്ടേ അവൾ തിരിച്ച് വിളിച്ചു കൊണ്ടുവരാൻ. ബാലചന്ദ്രൻ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് രോഹിത് പറയുന്നുണ്ട്, അച്ഛനെ അറിയാലോ, ചേച്ചി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും. അത് ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചേച്ചി ഒരിക്കലും ചിന്തിക്കില്ല. ഉദാഹരണം തന്നെയല്ലേ ശരണ്യയുടെ കാര്യം. ശരണ്യയുടെ വീട്ടുകാരും നാട്ടുകാരും താമസിക്കുന്നതിനിടയിലേക്ക് അത്രയ്ക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ ചേച്ചിയെപ്പോലെ ഒരാൾക്കല്ലാതെ ആർക്കെങ്കിലും സാധിക്കുമോ അച്ഛാ? അച്ഛനെ കൊണ്ട് സാധിക്കുമായിരുന്നോ? അവർ കത്തിക്കാൻ പോയ ഒരു സംഭവം പോലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെ ഒരു ചേച്ചിയെ തടുക്കാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ അച്ഛൻ നോക്കിക്കോ, ഈ മുറിവൊക്കെ ഉണങ്ങുമ്പോഴേക്കും വീണ്ടും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ചേച്ചി എത്തിയിരിക്കുമെന്ന് പറയാണ് രോഹിത്ത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ വിളിക്കുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കണം. അവളോട് താൽക്കാലികമായിട്ട് ഇതിൽ നിന്നും പിന്മാറി നിൽക്കാൻ ആവശ്യപ്പെടണമെന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം സ്റ്റാൻലിയുടെ വീട്ടിൽ അലീനയുടെ അരികിലേക്കായിട്ട് റാണിമോള് വരികയാണ് കേട്ടോ. റാണിമോള് വന്നിട്ട് അവളുടെ തലയൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കുകയാണ്, വളരെ വിഷമത്തോടു കൂടി തന്നെ. അലീന അപ്പോൾ പെട്ടെന്ന് ഉറക്കുണരുന്നുണ്ട്. അലീന റാണിമോളെ കാണുമ്പോൾ ആൻറ്റി എന്തിനാ കരയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, എത്ര ഉഷാറോടു കൂടി നീ ഇവിടെ നിന്ന് പോയതാ, തിരിച്ച് വന്ന് കയറിയത് ഇങ്ങനെ ഒരവസ്ഥയിലാണല്ലോ എന്ന് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എന്നൊക്കെ റാണി പറയും. അലീന അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി തന്നെ വരും ആൻറ്റി. അത് പിന്നീടുണ്ടാകുന്ന ഒരു സന്തോഷത്തിന് വഴിയൊരുക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുമില്ല എന്ന് അലീനയോടായി റാണി ആൻറ്റി ചോദിക്കുന്നുണ്ട്. അല്ല, നീ നാളെ തന്നെ അഞ്ജലിയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ലാലിച്ചായൻ പറഞ്ഞല്ലോ, അത് വേണോ അലീന?
അത് വേണം. കാരണം അങ്ങനെ സിമ്പിളായിട്ട് എന്നെ അവർ ഇറക്കി വിട്ടുവെന്ന് ഒരിക്കലും തോന്നാൻ പാടില്ല. അത് ഒരിക്കലും നടപടിയാവുന്ന കാര്യവുമല്ല. അങ്ങനെ ഇറങ്ങിപ്പോരേണ്ട ഒരാളല്ല ഞാനും നമ്മുടെ വല്യപ്പച്ചനും. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ചെല്ലണം, ഇതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ എന്ന് അലീന പറയുമ്പോൾ വീണ്ടും റാണിമോൾ ചോദിക്കുകയാണ്, ഈ മുറിവ് ഉണങ്ങിയിട്ട് പോരെ അടുത്ത അംഗം വിട്ട്? വേണ്ട ആൻറ്റി, ഈ മുറിവിൻ്റെ ആ വേദനയോടുകൂടി തന്നെ കയറി ചെന്നാലേ നമ്മുടെ ആ വാശിപ്പുറത്ത് 30 ദിവസം എന്ന് പറയുന്നിടത്ത് 15 ദിവസത്തിനുള്ളിൽ എനിക്ക് ആൻറ്റിയെയും മക്കളെയും ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരാനായി സാധിക്കുള്ളൂ. എന്നിട്ട് വേണം റീത്താമ്മച്ചിക്കിട്ടൊരു പണി കൊടുക്കാൻ. റീത്താമ്മച്ചി ആ താമസിക്കുന്ന വീടും പറമ്പും പോലും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എൻ്റെ പപ്പയുടെ പേരിൽ തന്നെ കിടക്കുന്നതാണ്. ഒരാളെയും തെരുവിലേക്ക് ഇറക്കി വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ വിയർപ്പിൻ്റെ അധ്വാനിച്ചതിൻ്റെ ഫലം ഒരാളും അന്യായമായി കൈവശം വെച്ചുപയോഗിക്കുന്നതും നല്ലതല്ല. അവർക്ക് ചെറിയൊരു ഇലക്ട്രിക് ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ വരുമാനത്തിൽ വളരെ ലളിതമായ ജീവിതമാണ് അവർ കൈവരിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധൂർത്താണ്. മറ്റൊരാളുടെ പണം കൊണ്ട് ധൂർത്തടിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ടോ വിഷമമോ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരധ്വാനിക്കാത്ത പണമായതുകൊണ്ട് തന്നെ എന്നൊക്കെ അലീന ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ റാണിമോൾ അതിശയത്തോടുകൂടി ചോദിക്കുകയാണ്, നിനക്കിതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. 50,000 രൂപയോളം എല്ലാ മാസവും ഈ റീത്ത എന്ന് പറയുന്നവരുടെ അക്കൗണ്ടിലേക്ക് ഇവിടുത്തെ പപ്പയുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും 10-15 രൂപ മാത്രമാണ് എൽസാമ്മച്ചിയുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇന്നേ വരെ പപ്പയും എൽസാമ്മച്ചിയും തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ മക്കളുമായിട്ട് നമ്മുടെ പപ്പ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ആരും അറിയുന്നില്ല. കുട്ടികളുടെ സ്കൂളിലത്തെ ആവശ്യങ്ങൾ പോലും വളരെ പിച്ച രീതിയിലാണ് ഈ പറയുന്ന റീത്താമ്മ നടത്തി കൊടുക്കുന്നത്. നിങ്ങളുടെ പപ്പയൊന്നും എനിക്ക് പണമൊന്നും അയച്ചിട്ടില്ലെന്നും ഇതൊക്കെ റീത്താമ്മയുടെ വകയായിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയാണ് എൽസാമ്മയോടും മക്കളോടും അവർ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് നമ്മുടെ പപ്പയോട് സ്നേഹം ഉണ്ടാവുക? ആൻറ്റിക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. 3 മക്കളും ഒരു ഭാര്യയും എങ്ങനെയാണ് കഴിയുന്നതെന്നൊക്കെ നമ്മുടെ പപ്പ നോക്കുന്നില്ലെന്നൊക്കെ ചിന്തിക്കാൻ ആ ആൻറ്റിക്ക് അറിയാലോ. അപ്പോൾ എങ്ങനെയായാലും ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവർക്ക് എന്തായാലും എൻ്റെ പപ്പയോട് വെറുപ്പും ദേഷ്യവും തന്നെയായിരിക്കും. ഇതൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണെന്ന് ആൻറ്റി അതിശയിക്കണ്ട. ഇതൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിവിടെ നിന്ന് പോയത്. പപ്പയ്ക്ക് എത്ര പണം കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പപ്പയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എനിക്ക് പണമൊന്നും പ്രശ്നമില്ലെന്നും എത്ര പണം കൊടുത്താലും എനിക്ക് പ്രശ്നമില്ലെന്നും അതുകൊണ്ട് പണത്തിൻ്റെ കണക്കൊന്നും മോൾ എന്നോട് ചോദിക്കരുതെന്നൊക്കെയായിരുന്നു പപ്പയുടെ ഓർഡർ. ഇതൊക്കെ ധിക്കരിച്ചു കൊണ്ട് തന്നെ ഞാൻ പപ്പയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും അതേപോലെ തന്നെ റീത്താമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് എത്ര വെച്ച് പോയിരുന്നു എന്നൊക്കെയുള്ളത് ഞാൻ പപ്പയുടെ മെയിൽ ഓപ്പണായി കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ മെയിലിൽ നിന്ന് കിട്ടിയിരുന്നു എന്നൊക്കെ അലീന പറയുകയാണ് നമ്മുടെ റാണി മോളോട്. അപ്പോൾ റാണി ചോദിക്കുന്നുണ്ട്, എങ്കിലിത് നിനക്ക് പപ്പയോട് സംസാരിക്കായിരുന്നില്ലേ എന്ന്. ഇപ്പം സംസാരിക്കേണ്ട കാര്യമല്ല ആൻറ്റി, അതൊക്കെ സംസാരിക്കേണ്ട സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുമോ എന്നുകൂടി അറിഞ്ഞിട്ട് വേണം പപ്പയോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനെന്ന് അലീന പറയുകയാണ്. ഉടനെ തന്നെ റാണിമോള് അലീനയോട് പറയുന്നുണ്ട്, ഞാൻ പോയി നിനക്കുള്ള കഞ്ഞി എടുത്തിട്ട് വരാം. രാത്രികാലത്തേക്ക് മെഡിസിൻ ഉണ്ട് കഴിക്കാനായിട്ട്, അത് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാണിമോള് താഴെ കിച്ചണിലേക്ക് പോവുകയാണ്. ഇതേ സമയം സ്റ്റാൻലി ജോസഫ് അലീനയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. അലീനയോടായിട്ട് ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിച്ചറിയാണ്. അലീന ഓക്കെയാണ് പപ്പ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അലീന ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ചൻ എവിടെ പോയി? വല്യപ്പച്ചനെ കണ്ടില്ലല്ലോ എന്ന്.
സ്റ്റാൻലി അപ്പോൾ പറയാണ്, നീ വന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നീ കയറി അങ്ങ് കിടന്നുറങ്ങിയതല്ലേ. വല്യപ്പച്ചൻ താഴെ തന്നെ ഇരിക്കുന്നുണ്ട്. വല്യപ്പച്ചന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വല്യപ്പച്ചൻ ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലാത്തത് കണ്ടപ്പോൾ വല്യപ്പച്ചന് മനസ്സുകൊണ്ട് ചെറിയൊരു വിഷമം. ചിന്നമ്മച്ചി ഇങ്ങനെ കയറി കിടക്കുന്നതൊന്നും വല്യപ്പച്ചൻ അങ്ങ് ദഹിക്കുന്നില്ലെന്ന് തോന്നുന്നു എന്നുകൂടി തമാശ രൂപേണ സ്റ്റാൻലി ജോസഫ് പറയുകയാണ്. അലീന ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നേരം സ്റ്റാൻലി അവളുടെ കൈകളിൽ കയറി പിടിക്കുന്നുണ്ട്. അലീന അപ്പോൾ പറയുന്നുണ്ട്, പപ്പനെ വിട്ടോളൂ, ഞാൻ ഓക്കെയാണ്, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അലീന വാഷ്റൂമിലേക്ക് പോവുകയും സ്റ്റാൻലി ജോസഫ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ കട്ടിലിൽ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അലീന പുറത്തിറങ്ങി വന്ന് ഉടനെ തന്നെ സ്റ്റാൻലി പറയാണ്, മോളുടെ ഫോൺ എവിടെ പോയി? ഫോൺ അയ്യോ, എൻ്റെ ഫോൺ എനിക്ക് ഓർമ്മയില്ലല്ലോ, അതെവിടെയാണ് ഞാൻ വെച്ചതെന്നൊക്കെ വല്യപ്പച്ചനോട് ചോദിക്കേണ്ടി വരും. അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോരുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഞാനത് കണ്ടിട്ടില്ല എന്നുകൂടി അലീന പറയുകയാണ്. ഉടനെ തന്നെ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, നിന്നെ ബാലചന്ദ്രൻ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം വല്ലാതെ പാനിക്കായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. നിനക്കിവിടെ ചെറിയൊരു നെറ്റി പൊട്ടിയപ്പോഴേക്കും അദ്ദേഹത്തിന് അവിടെ അറിയാൻ കഴിഞ്ഞുവെന്നെല്ലാം ബാലചന്ദ്രൻ പറയാണ്. അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നിട്ട് എന്തു പറഞ്ഞു? പപ്പ സംഭവിച്ചതൊക്കെ പറഞ്ഞോ? ഏയ്, പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തോട് എങ്ങനെയാണ് ഞാൻ പറയാതിരിക്കുക? ഞാൻ പറഞ്ഞു, വേറെ കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ ടെൻഷനൊന്നുമില്ല, നീ അതാലോചിച്ച് പേടിക്കാനൊന്നും നിൽക്കണ്ട. നീ എന്തായാലും എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഇപ്പോൾ തന്നെ ബാലചന്ദ്രനെ വിളിച്ചോളൂ. നിൻ്റെ ഫോൺ വല്യപ്പച്ചൻ്റെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സ്റ്റാൻലി താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. തൻ്റെ കയ്യിലുണ്ടായ ഫോൺ ലോക്ക് ഓപ്പൺ ചെയ്ത ശേഷം അലീനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടാണ് സ്റ്റാൻലി താഴേക്ക് ഇറങ്ങി പോകുന്നത്. അലീന തൻ്റെ അച്ഛൻ്റെ നമ്പർ എടുത്ത് വിളിക്കുകയാണ്. സ്റ്റാൻലിയുടെ കോൾ ഒരിക്കൽ കൂടി വന്നപ്പോൾ ബാലചന്ദ്രൻ എന്താണാവോ ഈ സമയത്ത് വീണ്ടും കോള് വരുന്നത് എന്നാലോചിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുകയാണ്. ഇപ്പുറത്ത് നിന്നും അച്ഛ എന്ന വിളി കേട്ടപ്പോൾ ബാലചന്ദ്രന് വല്ലാത്ത സമാധാനം തോന്നി. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോൾ ഇത്രയും സമയം എവിടെ പോയിരിക്കുകയായിരുന്നു? അച്ഛൻ എന്താണാവോ നീ വിളിക്കാത്തതെന്ന് ആലോചിച്ച് വല്ലാത്ത ടെൻഷനിലായിരുന്നു. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ഇല്ല, കോളും അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാൻലിയെ വിളിച്ചത്. സ്റ്റാൻലി സംഭവിച്ചതൊക്കെ പറഞ്ഞു എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ഇതേ സമയം അലീന തൻ്റെ മുറിയുടെ ഡോറിനരികിലേക്ക് ചെന്നിട്ട് പുറത്തു നിന്നും ആരെങ്കിലും കയറി വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബാലചന്ദ്രനോടായി പറയാണ്, അച്ഛാ, നടന്ന കാര്യങ്ങളൊക്കെ പപ്പ പറഞ്ഞതൊന്നുമല്ല കേട്ടോ നടന്നിരിക്കുന്നത്. പപ്പയോട് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നിവിടെ കേസും കൂട്ടവും ആയിട്ട് ആകപ്പാടെ പ്രശ്നമായേനെ. പിന്നെ ഒരു പക്ഷേ വല്യപ്പച്ചന് പോലും എന്നോട് ദേഷ്യവും തോന്നിയേക്കാം. ഇപ്പോൾ എന്തിനും ഏതിനവും എനിക്ക് സപ്പോർട്ടായി നിൽക്കുന്ന വല്യപ്പച്ചൻ പിന്നീട് എനിക്കെതിരെ തിരിയാനും സാഹചര്യമുണ്ടായാലോ എന്നാലോചിച്ചിട്ടാണ് പപ്പയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കള്ളം പറഞ്ഞതെന്ന് പറയുന്നു. ബാലചന്ദ്രന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അലീന ബാലചന്ദ്രനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. താൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ റീത്ത പ്രശ്നമുണ്ടാക്കാനായി കയറി വന്നതും പിന്നീട് റീത്തയും അലീനയും തമ്മിൽ വെല്ലുവിളിച്ച കാര്യങ്ങളും റീത്ത ഇറങ്ങിപ്പോയതിന് ശേഷം കുട്ടികളുമായിട്ട് അലീന സംസാരിച്ച് സെറ്റാക്കി വരികയായിരുന്നുവെന്നും ഇതൊന്നും റീത്തയ്ക്ക് ഇഷ്ടപ്പെടാതെ തന്നെ സഹോദരങ്ങളെ 2 പേരെ വിളിച്ചു വരുത്തിയെന്നും സാമുവൽ എന്ന് പറയുന്ന സഹോദരൻ തന്നെ വലിച്ച് മുറ്റത്തേക്ക് ഇടുകയായിരുന്നുവെന്നും അങ്ങനെ ചെന്ന് കല്ലുമ്മലടിച്ചിട്ടാണ് തനിക്ക് തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടായതെന്നൊക്കെ ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ബാലചന്ദ്രന് തീരെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മകളെ നോവിക്കാൻ മാത്രം പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക് എത്രത്തോളം ധൈര്യമുണ്ടായി എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ചിന്തിക്കുന്നത്. ബാലചന്ദ്രൻ അലീനയോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ്, നീ എന്തിനാണ് ഇനിയും അവിടെ പോകണമെന്നിങ്ങനെ ചാട്ടി പിടിക്കുന്നത്? നീ ചെല്ലുന്നതിന് മുമ്പേ ഉണ്ടായ പ്രശ്നമാണ് അവർ തമ്മിൽ.
അല്ലാതെ നിന്നെപ്പോലെ ഒരു മകളുണ്ടെന്നറിഞ്ഞിട്ടോ നീ ആ വീട്ടിൽ കയറി ചെന്നതിന് ശേഷമോ വന്ന പ്രശ്നമല്ല. നീ സോൾവ് ചെയ്യാൻ നടക്കാൻ മാത്രം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിറകെ നീ പോവേണ്ട ആവശ്യമുണ്ടോ? അവരെ കുടുംബക്കാർ പോലും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് അലീന നീ നിൻ്റെ ജീവിതം കളഞ്ഞിങ്ങനെ നടക്കുന്നതെന്നൊക്കെ അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീന ചോദിക്കുകയാണ്, അച്ഛൻ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അച്ഛൻ വന്ന് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുന്നിലേക്കുള്ള ജീവിതത്തെക്കുറിച്ചോ ഇനി വരാൻ പോകുന്ന ഒരവസ്ഥയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അച്ഛനെ പോലെ ഒരാൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് എന്നെ ഇവിടെ കയറ്റാൻ തീരുമാനിച്ച അദ്ദേഹത്തെ എനിക്ക് ഒരർത്ഥത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് തോന്നിയെന്നൊക്കെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു ഭാര്യയും മക്കളും കൂടെയില്ലാത്തതിൽ അദ്ദേഹം വിഷമിക്കുന്നുണ്ടെന്ന്? അലീന അപ്പോൾ പറയുകയാണ്, ഭാര്യയുടെ കാര്യം എനിക്കറിയില്ല അച്ഛാ, പക്ഷേ മക്കളെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമം തന്നെ ഉണ്ടാവാറുണ്ട്. കാരണം ആ മക്കൾക്ക് ഒരു കുറവും വരരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ 19,000 രൂപ വെച്ചിട്ടാണ് അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ അദ്ദേഹം ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകൾ പറയേണ്ടി വരും. ഇപ്പോൾ പപ്പ മുകളിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നം ഉണ്ടാവും അച്ഛാ. അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്നും അറിയണ്ട എന്നുകൂടി ബാലചന്ദ്രനോട് അലീന പറയുകയാണ്. അലീനയോട് എന്തോ ഓർത്തെടുത്ത പോലെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിന്നോട് മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ SI നമ്മുടെ സുശീലാൻ്റിയുടെ ഹസ്ബൻഡാണ്. അവനെ വിളിച്ച് ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അവനോട് വേണമെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാമെന്ന് പറയുകയാണ്. അലീന പറയുന്നുണ്ട്, വേണ്ട, ഇപ്പോൾ ഒന്നും പറയണ്ട അച്ഛാ. ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പപ്പയ്ക്ക് വളരെ നല്ല രീതിയിലായിരുന്നു അവരൊക്കെ സംസാരിച്ചതെന്നും ഈ പറയുന്ന റീത്താമ്മച്ചിയെയും അവരുടെ സഹോദരനെ കൊണ്ടും പപ്പയോട് മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് കഴിഞ്ഞു പോയതല്ലേ. ഇനി എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനെ നേരിട്ട് വിളിച്ച് പറഞ്ഞോളാമെന്ന് അലീന പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോൾ പറയുകയാണ്, ഇനിയും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നീ പറയാതിരിക്കരുത്, നീ എന്നോട് തന്നെ പറയണം. നിനക്ക് പപ്പയോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ SI സുരേന്ദ്രനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. നീ അവിടെയുണ്ടെന്നും ഇതുവരെ നീ അവിടെയുള്ള കാര്യങ്ങളൊന്നും ആരോടും സംസാരിച്ചിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. നീ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, നിന്നെ അവിടെ ഏൽപ്പിച്ചു, അത്രമാത്രം പറഞ്ഞാൽ മതിയല്ലോ എന്നെല്ലാം അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അച്ഛനിങ്ങനെ പേടിക്കാതിരിക്കേ. നാളെ തന്നെ എനിക്ക് ആ വീട്ടിലേക്ക് പോയേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോയതിനും അവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഫലമില്ലാണ്ടായി പോകുമെന്നും അലീന പറയുകയാണ്. ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ തിരുത്താൻ ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല മോളെ. അതുകൊണ്ട് തന്നെ നിന്നെ നീ തന്നെ സൂക്ഷിക്കണം എന്നെല്ലാം ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. രോഹിത്തിനോടും കൃഷ്ണമോളോടും ബബിതയോടും അവനെ ഞാൻ നാളെ വിളിച്ചോളാമെന്ന് പറയണം. ഞാനിവിടെ ഓക്കെ ആണെന്ന് കൂടി പറയണം. നാളെ ഞാനും വല്യപ്പച്ചനും എന്തായാലും ഉച്ചയ്ക്ക് ശേഷമേ അവിടേക്ക് പോവുള്ളൂ. അവിടെ ചെന്നതിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛനെ ഞാൻ വിളിച്ച് പറയാം. അതിന് ശേഷം അച്ഛൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം സുരേന്ദ്രൻ അങ്കിളിനെ വിളിച്ച് അച്ഛൻ പറഞ്ഞേക്കണം, ഇങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്നും എനിക്കെന്തെങ്കിലും ഒരാവശ്യം വന്നാൽ അങ്കിളിനെ ഞാൻ വിളിക്കാനുള്ള പെർമിഷനും കൂടി എനിക്ക് അച്ഛൻ വാങ്ങിച്ച് തന്നേക്കണം. അങ്കിൾ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ എനിക്ക് കൂടി അങ്കിളാണെന്ന്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എനിക്കെടുക്കാലോ അച്ഛാ എന്നുകൂടി അലീന പറയുകയാണ്. അലീനയോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബാലചന്ദ്രൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ശുഭരാത്രി.